പിതാവായ ദൈവമേ, അങ്ങേക്ക് സ്തുതി. പുത്രനായ ദൈവമേ, അങ്ങേക്ക് ആരാധന. പരിശുദ്ധാത്മാവായ ദൈവമേ, അവിടത്തേക്ക് മഹത്വം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലിരുന്നു കൊണ്ട് ശാലോം വിഷന്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സർവ മക്കളിലേക്കും അവിടുത്തെ കരുണയും അവിടുത്തെ കാരുണ്യവും നീ വർഷിക്കണമേ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം കഠിനമായ പാപികൾക്കും വിശുദ്ധരാകാം. എത്രയേറെ തിന്മയുടെ മേഖലകളിലൂടെ കടന്നു നീങ്ങുന്നവർക്കും വിശുദ്ധിയുടെ ശൃംഗങ്ങളിലേക്ക് കടന്നു വരാൻ സാധിക്കും. വചനം നമ്മോട് പറയുന്നു, യേശയ്യായുടെ പുസ്തകം 42-ാം അധ്യായം 22-ാം തിരുവാക്യം, കാർമേഘം പോലെ നിന്റെ തിന്മകളെയും മൂടൽ മഞ്ഞു പോലെ നിന്റെ പാപങ്ങളെയും ഞാൻ തുടച്ചു നീക്കി, എന്നിലേക്ക് തിരിച്ചു വരിക, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. കാർമേഘം പോലെ കറുത്തിരുണ്ട പാപങ്ങളാണെങ്കിലും മൂടൽ മഞ്ഞു പോലെയുള്ള തിന്മകളാണെങ്കിലും ദൈവമായ കർത്താവ് പറയുന്നു, നീ തിരിച്ചു വരിക, അനുതാപത്തോടെ തിരിച്ചു വരിക, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. എത്ര വലിയ പാപികൾക്കും യേശുവിൻ്റെ തിരുമുമ്പിൽ, യേശുവിൻ്റെ തിരുഹൃദയത്തിൽ സ്ഥാനമുണ്ട്, അഭയമുണ്ട്, രക്ഷാസങ്കേതമുണ്ട് എന്ന് അവിടുന്ന് നമ്മോട് പറയുകയാണ്. ഒരു പക്ഷേ പാപത്തിൻ്റെ മാളങ്ങളിൽ കഴിഞ്ഞുകൂടുന്നവർ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നുണ്ടാകാം. ശാപത്തിന്റെ കെടുതിയിൽപ്പെട്ട് ഒരടി പോലും മുന്നോട്ട് നീങ്ങാൻ പറ്റാത്തവർ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നുണ്ട്. അവരോട് ഈശോയുടെ തിരുഹൃദയം പറയുന്നു, നിന്റെ ശാപവും നിന്റെ നാശവും ഞാൻ എടുത്തു മാറ്റിയിരിക്കുന്നു. ഒരു പക്ഷേ രോഗത്തിന്റെ പിടിയിൽപ്പെട്ട് ഇനി ഞാൻ എന്ത് ചെയ്യണം, എവിടേക്ക് പോകണം എന്ന് വേദനിക്കുന്ന രോഗികളോട് ഈശോ പറയുന്നു, ഈശോയുടെ തിരുഹൃദയം പറയുന്നു, എന്നിലേക്ക് നീ തിരിച്ചു നടക്കുക, അവിടെ നിനക്ക് സൗഖ്യമുണ്ട്. തിന്മയുടെ സ്വാധീന വലയത്തിൽ കഴിഞ്ഞുകൂടുന്ന സർവ മക്കളോടും പറയുന്നു, തിന്മയുടെ ബന്ധന കുരുക്കുകൾ അഴിക്കാൻ ഇതാ ഞാൻ നിന്നെ വിളിക്കുന്നു. ഒരു പക്ഷേ ജഡമോഹത്തിൻ്റെയോ ദ്രവ്യാസക്തികളുടെയോ ഇന്ദ്രിയ ആസക്തികളുടെയോ പിറകെ പോകുന്നവരോട് ഈശോ പറയുന്നു, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. കൊളോസ്യർക്കെഴുതിയ എഴുതിയ ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യത്തിലൂടെ യേശു നമ്മെ ആഹ്വാനം ചെയ്യുന്നു, ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും ഞാൻ നിരായുധമാക്കി, അവൻ കുരിശിൽ അവരുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രമാക്കി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നീ എത്ര വലിയ പാപത്തിന്റെ കെടുതിയിലാണെങ്കിലും പാപത്തിന്റെ കുരുക്കിലാണെങ്കിലും കുരിശിലെ ബലിയായി, കുരിശിലെ തിരുബലിയിലൂടെ പാപത്തിന്റെ ആധിപത്യങ്ങളെയും അവന്റെ അധികാരങ്ങളെയും നിരായുധമാക്കി പരസ്യമായി അവഹേളന പാത്രമാക്കിക്കൊണ്ടാണ് ഈശോ പറയുന്നത്, കാർമേഘം പോലെ നിന്റെ പാപങ്ങൾ, മൂടൽ മഞ്ഞു പോലെ നിന്റെ തിന്മകളെയും ഇതാവിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, പാപത്തെ പ്രതിരോധിക്കാനും പുണ്യത്തിൽ വളരുവാനുമായി, പാപത്തെ പ്രതിരോധിക്കാനും
പുണ്യത്തിൽ വളരുവാനുമായി ഈശോ നമ്മെ മാടി വിളിക്കുകയാണ്. കുരിശിൽ കിടന്നുകൊണ്ട്, തിരുരക്തം ചിന്തിക്കൊണ്ട്, തിരുഹൃദയം കുത്തി തുറന്നുകൊണ്ട് നമ്മെ എല്ലാവരോടുമായിട്ട് പറയുന്നു, ഇതാ എൻ്റെ ഹൃദയം നിനക്കൊരു തുറമുഖ പട്ടണമാണ്. നിനക്ക് ജീവിക്കാനും ജീവിതം വിശുദ്ധിയിലേക്ക് കൊണ്ടുവരുവാനും നന്മയിൽ വളരുവാനുമായിട്ട് ഞാൻ നിന്നെ മാടി വിളിക്കുകയാണ്. എസെക്കിയേലിന്റെ പുസ്തകം 34 അധ്യായം 18 തിരുവാക്യത്തിലൂടെ അവിടുന്ന് നമ്മോട് പറയുന്നു, നഷ്ടപ്പെട്ടതിനെ ഞാൻ അന്വേഷിച്ചു വരും, വഴി തെറ്റിപ്പോയതിനെ ഞാൻ തിരികെ കൊണ്ടുവരും. ഏതോ കാലങ്ങളിൽ, ഏതോ സാഹചര്യങ്ങളിൽ, ഏതോ കാലഘട്ടങ്ങളിൽ പരിശുദ്ധിയിൽ നിന്ന്, വിശുദ്ധിയിൽ നിന്ന്, നന്മയിൽ നിന്ന് നീ തെന്നി മാറിയിട്ടുണ്ടെങ്കിൽ ഈശോ പറയുന്നു, ഞാൻ നിന്നെ അന്വേഷിച്ചിറങ്ങും, ഞാൻ നിന്നെ തിരിച്ചു കൊണ്ടുവരും. എത്ര വലിയ കഠിന പാപമാണെങ്കിലും കഠിന പാപികൾക്കും യേശുവിൻ്റെ ഹൃദയത്തിൽ സ്ഥാനമുണ്ട്. ചെറുപ്രായം മുതൽ പാപത്തിൽ കുടുങ്ങിക്കിടന്ന വിശുദ്ധനായ അഗസ്തീനോസിനെ പോലെ പാപത്തിന്റെ കെടുതിയിൽ കഴിഞ്ഞുകൂടിയിരിക്കുന്ന എത്രയോ ജീവിതങ്ങളെയാണ് ഈശോ തന്റെ ഹൃദയത്തിലേക്ക് മാടി വിളിച്ചിട്ടുള്ളത്. ഞാൻ ഓർക്കുന്നു, 2 മാസം മുമ്പ് യെരൂശലേം വചന കൂടാരത്തിൽ ധ്യാനത്തിൽ സംബന്ധിക്കാൻ വന്ന ഒരു സഹോദരൻ എന്നോട് പറയുകയായിരുന്നു, ഫാദറേ, ഞാൻ വളരെ വൈകിയാണ് ഇവിടെ എത്തിയത്. കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട്, ജഡികമായ പാപങ്ങൾക്ക് വേണ്ടി പരക്കം പാഞ്ഞിട്ടുണ്ട്. ഞാനും എൻ്റെ സംഘവും മദ്യത്തിന്റെ പിടിയിലാണ്. ഇവിടെ വരുന്നവരെ കുടിച്ച് എല്ലാം നശിപ്പിച്ചാണ് വന്നിരിക്കുന്നത്. ഇവിടെ വന്ന് ആദ്യ ദിവസം കഴിഞ്ഞു, 2-ാം ദിവസം കഴിഞ്ഞു, കുമ്പസാരം കഴിഞ്ഞപ്പോൾ എന്നിലേക്ക് ഒരു ഇടിതീ വീഴുന്ന പോലൊരു അനുഭവം ഉണ്ടായി. എന്നിലെ പഴയ മനുഷ്യൻ അവന്റെ ചെയ്തികളോടുകൂടി മാറിപ്പോയി. എനിക്ക് ശേഷിക്കുന്ന ജീവിതം കർത്താവിന് വേണ്ടി ജീവിക്കണം. എനിക്ക് അവിടുത്തെ ഒരു ശിഷ്യനായി തീരണം. എനിക്ക് സുവിശേഷ വേല ചെയ്യണം. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ഹൃദയം കൊടുത്ത പ്രത്യേകമായിരിക്കുന്ന സന്ദേശമായിരുന്നു. ഇന്ന് ഓരോ ധ്യാനങ്ങളിലേക്കും ഭവനത്തിലിരുന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയും തൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ ദൈവജനത്തെ പല ധ്യാനമന്ദിരങ്ങളിലേക്കും അയക്കുന്ന ഒരു സുവിശേഷ ശുശ്രൂഷകനായി അവൻ മാറി. നമുക്കറിയാം, വർഷങ്ങൾക്കപ്പുറത്ത് പാപത്തിന്റെ പടുകുഴിയിൽ കഴിഞ്ഞ അഗസ്തീനോസ് മിലാനിലെ കത്തീഡ്രൽ ദൈവാലയത്തിൽ വെച്ച് വിശുദ്ധനായ അംബ്രോസിന്റെ തിരുവചനം കേട്ട് മാനസാന്തരപ്പെട്ട് വാവിട്ട് കരഞ്ഞു, കർത്താവേ, എൻ്റെ ദൈവമേ, അങ്ങേയ്ക്കായി സൃഷ്ടിക്കപ്പെട്ട എൻ്റെ ഹൃദയം അങ്ങയിൽ വിലയം പ്രാപിക്കുന്നത് വരെ ഞാൻ അസ്വസ്ഥനാണ്. ഈ അസ്വസ്ഥത ഉളവാക്കി തരുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ആരൊക്കെ യേശുവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നുണ്ടോ, തിരുവചനം ശ്രവിക്കുന്നുണ്ടോ, അനുതപിക്കുന്നുണ്ടോ, അവരുടെ പക്കലേക്കൊക്കെ ഈശോ കടന്നു വരികയാണ്. വഴി തെറ്റിപ്പോകുന്ന ഓരോ ജീവിതങ്ങളെയും, ദൈവത്തിൽ നിന്ന് തെന്നിമാറുന്ന ഓരോ ജീവിതങ്ങളെയും അവിടുന്ന് മാടി വിളിച്ചുകൊണ്ട് പറയുകയാണ്, മോനെ, നിന്റെ കഠിനമായ പാപങ്ങൾക്ക്, നിന്റെ ഘോരഘോരമായ പാപങ്ങൾക്ക് കുരിശിലേറി ഞാൻ പരിഹാരം ചെയ്തിട്ടുണ്ട്. തിരിച്ചു വരിക, നിന്നെ കാത്ത് ഞാൻ ഇവിടെ നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പാപത്തിന്റെ പടുകുഴിയിൽ കഴിഞ്ഞുകൂടിയ ഈജിപ്തിലെ മറിയം, അവൾ പല സ്ഥലങ്ങളിലും തിന്മകൾക്ക് തൻ്റെ ശരീരം വിട്ടുകൊടുത്ത് പണം സമ്പാദിച്ചവളാണ്. ജെറൂസലേമിൽ വരുന്ന
വിനോദത്തിനായി വരുന്ന, വിശുദ്ധമായ സ്ഥലങ്ങൾ കാണുവാൻ വരുന്ന, യേശുവിൻ്റെ ജനിച്ച പുൽക്കൂടും മരിച്ച കാൽവരിയും ഉയർത്ത കല്ലറയും ഒക്കെ കാണാൻ വരുന്ന സ്ഥലങ്ങളിൽ ചുറ്റിക്കറങ്ങി അനേകം ജീവിതങ്ങളെ പാപത്തിലേക്ക് നയിച്ചവളാണ്. ഒരു നാൾ ദൈവാലയത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ പരിശുദ്ധ അമ്മ അവളെ മാടി വിളിച്ചു. അവൾക്ക് നടക്കുവാൻ പറ്റാതെയായി. അവൾ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു. മാതാ പറഞ്ഞു, കഠിനമായ പാപികൾക്ക് അഭയസ്ഥലം തരുന്നവനാണ് എൻ്റെ മകൻ. അവൾ അനുതാപത്തോടെ അമ്മയുടെ പക്കലേക്ക് തിരിച്ചു നടന്നു. അമ്മയുടെ തൃപ്പാദത്തെങ്കിൽ വീണ് വാവിട്ട് കരഞ്ഞുകൊണ്ട് തൻ്റെ പാപകരമായ ജീവിതം എന്നേക്കുമായി ഉപേക്ഷിച്ചു. പാപികളോടും ദുഃഖിതരോടും കരുണ കാണിക്കുന്ന പരിശുദ്ധ അമ്മ അവളെ തഴുകി തലോടി. അവൾ പാപജീവിതത്തിൽ നിന്ന് വിട്ടുമാറി ഈജിപ്തിലെ മരുഭൂമിയിലേക്ക് ഒളിച്ചു. അവിടെ ഉണ്ടായിരുന്ന ഗുഹകളിൽ താമസം ആരംഭിച്ചു. സഭാചരിത്രം പറയുന്നു, വർഷങ്ങളോളം പച്ചവെള്ളവും ദിവ്യകാരുണ്യം സ്വീകരിച്ചുകൊണ്ട് മാത്രം അവൾ ജീവിച്ചു. ഉപവാസത്തിലേക്കും കഠിനമായ ത്യാഗജീവിതത്തിലേക്കും അവൾ കടന്നു വന്നു. ഇന്ന് അവളെ അറിയപ്പെടുന്നത് ഈജിപ്തിലെ വിശുദ്ധ മറിയം എന്നാണ്. 23 വർഷക്കാലം പാപത്തിന്റെ പടുകുഴിയിൽ കഴിഞ്ഞ ആ കഠിനമായ ഭാവിക്ക് ഈശോ തന്റെ ഹൃദയം തുറന്നു കൊടുത്തു. അവളുടെ രഹസ്യ വഴികൾ അവൾ ഉപേക്ഷിച്ചു. അവൾക്കൊരു പുതിയ ഹൃദയം നൽകി. അവൾ പുതിയ വഴിത്താരിയുടെ കടന്നു നീങ്ങി. വചനം പറയുന്നു, എസെക്കിയേലിന്റെ പുസ്തകം 36 അധ്യായം 27 തിരുവാക്യത്തിലൂടെ നമ്മെ പഠിപ്പിച്ചു തരികയാണ്. ഒരു പുതിയ ഹൃദയം ഞാൻ നിങ്ങൾക്ക് നൽകും, ഒരു പുതിയ ചൈതന്യം ഞാൻ നിന്നിൽ നിക്ഷേപിക്കും. നിങ്ങളുടെ ശിലാഹൃദയത്തിൽ നിന്ന് നിങ്ങളുടെ ശിലാഹൃദയം എടുത്തു മാറ്റി മാംസളമായൊരു ഹൃദയം ഞാൻ നിങ്ങൾക്ക് നൽകും. എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ ഞാൻ നിവേശിപ്പിക്കും. നിങ്ങൾ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ നിഷ്ഠയുള്ളവരുമായി ഞാൻ നിങ്ങളെ രൂപാന്തരപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, ഒരു പുതിയ ഹൃദയം, പാപം വിട്ടുപേക്ഷിക്കുന്ന ഒരു ഹൃദയം, ഒരു പുതിയ ചൈതന്യം, ദൈവം ആഗ്രഹിക്കുന്നത് മാത്രം പറയുവാനും ദൈവം ആഗ്രഹിക്കുന്നത് മാത്രം ചെയ്യുവാനും പറ്റിയ ഒരു പുതിയ ഹൃദയം, ഒരു പുതിയ ചൈതന്യം ഈശോ അവിടെ ഹൃദയത്തിൽ നിക്ഷേപിക്കുകയാണ്. ഈശോയുടെ തിരുഹൃദയ വാഗ്ദാനങ്ങളിൽ ഒന്നാമത്തേത് തിരുഹൃദയ ഭക്തി ഉള്ളവരോട് ഈശോയുടെ തിരുഹൃദയം പറയുന്നു, ഓരോരുത്തരുടെയും ജീവിത അന്തസ്സിന്റെ കടമകൾക്ക് അനുയോജ്യമായ വിധത്തിൽ ഞാൻ അവരെ അനുഗ്രഹിക്കും. നീ ഒരു പുരോഹിതനായിരിക്കാം, ഒരു സമർപ്പിതയായിരിക്കാം, ഒരു കുടുംബനാഥനായിരിക്കാം, ഒരു കുടുംബിനിയായിരിക്കാം, ഒരു തൊഴിലാളിയായിരിക്കാം, ഒരു യുവാവോ യുവതിയായിരിക്കാം, ഒരു വിദ്യാർത്ഥിയായിരിക്കാം. നിന്റെ ജീവിത അന്തസ്സിന് അതിൻ്റെ കടമകൾ നിർവഹിക്കുവാൻ തക്കവണ്ണത്തിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. തിരുഹൃദയ ഭക്തർക്ക് ഈശോ കൊടുക്കുന്ന വാഗ്ദാനമാണ്. ഓരോരുത്തർക്കും ജീവിത അന്തസ്സിന് അനുയോജ്യമായ വിധത്തിൽ ജീവിക്കുവാൻ ആവശ്യമായിരിക്കുന്ന അനുഗ്രഹം ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് അവർക്ക് ഓരോരുത്തർക്കും നൽകുമെന്ന്. പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ രണ്ടാമത്തെ ക്രിസ്തു എന്നറിയപ്പെടുന്ന ഫ്രാൻസിസ് അസീസി ഒരു പഴയ ജീവിതമുണ്ട്. സമ്പത്ത്, സമയം, ആരോഗ്യം ദൂർത്തടിച്ച് പല രാത്രികളും ഭവനത്തിൽ പോലും വരാത്ത ദിവസങ്ങൾ ഉണ്ടായിരുന്നു. അവന്റെ ഹൃദയത്തിലേക്ക് ഒരു പുതിയ ചൈതന്യം കൊടുത്തു. ഇന്ന് അസീസി നഗരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ
ഒരു ദിവ്യമായ പ്രകാശം ആ ജീവിതത്തിന്റെ മൂല്യങ്ങൾക്ക് പിടിച്ചു വലിക്കുന്ന അനുഭവം ഇന്ന് നമുക്കൊക്കെ അനുഭവവേദ്യമായി തീരും. ഓരോ വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ദൈവം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ദൈവം അവരെ സ്പർശിക്കുകയാണ്. കല്ലുപോലത്തെ ഹൃദയങ്ങളെ മാംസളമുള്ളതാക്കി തീർത്ത് ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാൻ, ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കുവാനുള്ള ഒരു പുതിയ ചൈതന്യം, ഒരു പുതിയ അഭിഷേകം ദൈവമായ കർത്താവ് അവർക്ക് നൽകുകയാണ്. അവർ തിരിച്ചറിയുകയാണ് പാപം ആത്മാവിനെയും ഹൃദയത്തിലും തുളച്ചു കയറുന്ന വിഷമുള്ളുകളാണെന്ന് അവർ തിരിച്ചറിയുകയാണ്. വിഷം ശരീരത്തിൽ വന്നാൽ അത് മരണത്തിലാണ് കലാശിക്കുന്നത്. ആത്മാവിൻ്റെ വിഷമുള്ളുകൾ പാപമാണ്. പാപം ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റുന്നത് വരെ അത് അവിടെ കിടന്ന് വിങ്ങിക്കൊണ്ടിരിക്കും. നമുക്ക് വേണ്ടി കുരിശിലേറി മരിച്ച യേശു ക്രിസ്തു എനിക്ക് വേണ്ടിയാണ് സഹിച്ചത്. എനിക്ക് വേണ്ടിയാണ് കുരിശിലേറി മരിച്ചത്. എനിക്ക് വേണ്ടിയാണ് രക്തം ചിന്തിയത്. ഈ രക്തം എന്നിലേക്ക് ഒഴുകുന്നുണ്ട്. ആ രക്തം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആബേലിനേക്കാൾ ശ്രേഷ്ഠമായ രക്തം, കുരിശിൽ ചിന്തിയ തിരുരക്തം, കുരിശിൽ കിടന്ന് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഈ പാപികളുടെ പ്രതികാരം ചെയ്യരുതേ. ദൈവത്തിനെതിരായി, ദൈവ കൽപ്പനകൾക്കെതിരായി പ്രവർത്തിച്ച് നീങ്ങുന്ന ഈ മക്കളുടെ പ്രതികാരം ചെയ്യരുതേ എന്ന് പറഞ്ഞുകൊണ്ട് കാൽവരിയിലെ കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് അനേക മക്കൾ ലോക സുഖങ്ങൾ വിട്ടുകൊണ്ട് യേശു തരുന്ന ദുഃഖങ്ങൾ ഏറ്റുവാങ്ങുവാനായിട്ട് മുന്നോട്ട് വരുന്നത്. ഈശോ പറയുകയാണ്, ഈശോയ്ക്ക് ക്ഷമിക്കാൻ പറ്റാത്ത പാപങ്ങളില്ല. ഈശോയുടെ രക്തത്തിന് കഴുകാൻ പറ്റാത്ത പാപക്കറയില്ല. ഈശോയ്ക്ക് വീണ്ടെടുക്കാൻ പറ്റാത്ത വ്യക്തികളില്ല. ഈശോയുടെ സന്നിധിയിൽ ഏത് പാപിക്കും, ഏത് കഠിന പാപിക്കും സ്ഥാനമുണ്ട് എന്ന് അവിടുന്ന് നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഓരോ പാപിയും മാനസാന്തരപ്പെട്ട ഓരോ വിശുദ്ധനും നമ്മോട് പറയുന്നത്, ദൈവം എന്നെ സ്നേഹിച്ചു, ദൈവം എന്നെ രക്ഷിച്ചു, ദൈവം എന്നെ അനുഗ്രഹിച്ചു, ദൈവം എന്നെ വിശുദ്ധിയിലേക്ക് ക്ഷണിച്ചു. ആ ദൈവമായ കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് എത്ര വലിയ കഠിനമായ പാപികളെയും വിളിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, ഓരോ പാപിക്കും രക്ഷപ്പെടാനുള്ള വാതിലാണ് ഈശോയുടെ തിരുഹൃദയം. ഓരോ പാപിക്കും തന്റെ പാപങ്ങൾ കഴുകിക്കളയാനായിട്ടുള്ള രക്തമാണ് യേശുവിന്റെ രക്തം. എനിക്ക് ഒരു സീക്രറ്റ് വഴി വേണ്ട, എനിക്ക് ഒരു സീക്രറ്റ് വഴി മതി. എനിക്ക് എൻ്റെ രഹസ്യ വഴികൾ വേണ്ട, എനിക്ക് യേശുവിൻ്റെ വിശുദ്ധമായ ജീവിതത്തിൽ കടന്നു വരണം. ഇതിന് നമ്മെ മാടി വിളിക്കുകയാണ്. യേശുവിനെ അനുസരിച്ച്, യേശുവിനെ അനുകരിച്ച്, യേശുവിനെ അനുഭവിച്ച് കഠിനമായ വ്യക്തികൾ, പാപികളായ വ്യക്തികൾ വിശുദ്ധരായി തീർന്നുമെങ്കിൽ എനിക്കും ആ വഴിയിലേക്ക് കടന്നു വരാൻ സാധിക്കും. നമ്മുടെ വഴികൾ നമുക്ക് സൂക്ഷ്മമായി പരിശോധിക്കാം. നമുക്ക് കർത്താവിങ്കലേക്ക് പിന്തിരിയാം. വചനം പറയുന്നു, രക്ഷിക്കുവാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കുവാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. നമുക്ക് തിരിച്ചു നടക്കാം സക്രാരിയിലേക്ക്, നമുക്ക് അഭയം പ്രാപിക്കാം അൾത്താരയിലേക്ക്, നമ്മുടെ കണ്ണുകൾ ഉയർത്താം കുരിശിലേക്ക്. കർത്താവേ, കഠിനമായ പാപികളെ പോലും വിശുദ്ധരാക്കി തീർക്കുന്ന നിന്റെ കാൽവരിയിലെ യാഗം, നിന്റെ തിരുഹൃദയത്തിൽ ഞങ്ങൾക്കും അഭയമരുളണമേ. ഒരു വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ
ശുശ്രൂഷയെ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന സർവ മക്കൾക്കും പ്രചോദനവും പ്രേരണയും അനുഗ്രഹവും നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ.